എബ്ബാടെ പുണ്യാളൻ. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു ഞാൻ. അങ്ങനെ എൻ്റെ ഈ വർഷത്തെ അവസാനത്തെ ഒരു പുൽക്കൂടും കൂടെ ഞാൻ തയ്യാറാക്കിയാണ്. ഇതിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. വീട്ടിൽ നിന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ഇതിന് മുമ്പത്തെ വീഡിയോ ചെയ്ത പോലെയല്ല ഇത് ഇച്ചിരി വലുതാക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി എൻ്റെ വീടിൻ്റെ സൈഡിൽ മുറ്റത്തിൻ്റെ സൈഡിൽ ഒരു ഏരിയ പൂച്ചെടിയൊക്കെ വെച്ചേക്കുന്ന ഏരിയ ഉണ്ടായിരുന്നു. ആ ഏരിയ ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ട് ശേഷം പഴയ കുറച്ച് ചാക്കളുണ്ട്. ചാക്കൾ എടുത്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയാണ്, ഒരുപാട് ചെളിയൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മളതിൻ്റെ 3, അതായത് പുൽക്കൂട്, പിന്നെ ഒരു ഗുഹ, പിന്നെ ഒരു ചെറിയ വീട് വരാൻ പാകത്തിന് അങ്ങനെയുള്ള സെറ്റപ്പിൽ നമ്മൾ പ്ലാസ്റ്റിക് കവർ ചെയ്ത് അതിൻ്റെ ഒരു ബേസായിട്ട് എടുത്തിരിക്കുകയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ മണ്ണ്, ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള വർക്കുകൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന പോലെ തന്നെ സാധാ നമ്മൾ പറമ്പിൽ നിന്ന് എടുത്തുകൊണ്ട് മണ്ണ് ഇളക്കി കിടക്കുന്ന മണ്ണുണ്ട്. അപ്പോൾ അത് മണ്ണിട്ടിട്ട് ആ ഏരിയ ഫുൾ അങ്ങ് ഫില്ല് ചെയ്യണം. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. സിമ്പിളായിട്ടുള്ള പുൽക്കൂടാണ്. ഇതെല്ലാവരും നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ വർഷത്തിലും ചെയ്യുന്ന ടൈപ്പ് ഒരു പുൽക്കൂടാണ്. ഞാൻ പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക, എല്ലാം ഈ മണ്ണ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വേറൊന്നും ഇതില്ല. നമ്മുടെ കിട്ടുന്ന ചുറ്റുവട്ടത്ത് കിട്ടിയ സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്തിട്ട് അടുക്കി വെച്ച് ഈ സാധനങ്ങളെല്ലാം എൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ, നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇഷ്ടം പോലെ കട്ടകളും സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. എല്ലാം എടുത്ത് പറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു പുൽക്കൂട് ഉണ്ടാക്കിയെടുക്കാം. ഇത് വീടിൻ്റെ പുറകെ കിടന്നൊരു ചട്ടിയാണ്. അതിന് ഓട്ടയില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഒരു കുളം കുത്തനേക്കാൾ എളുപ്പം അത് ചെയ്യുന്നതാണ് നല്ലത്. ഇത് പറമ്പിൽ സാധാ പുല്ലാണ്, പേൾ ഗ്രാസ് പോലത്തെ പുല്ലല്ല, ചുമ്മാ സാധാ പുല്ലാണ്. ആ പുല്ലിങ്ങനെ 2 പ്രാവശ്യം കിളച്ച് കഴിയുമ്പോൾ നമുക്കത് കിട്ടും, എളുപ്പത്തിൽ കിട്ടും. പിന്നെ അതങ്ങ് വെച്ച് കൊടുത്താൽ മാത്രം മതി. കണ്ടോ? അപ്പോൾ ആ ഏരിയ ഫില്ലാവും, രസമായിട്ട് വരും. പിന്നെ നമുക്ക് വഴിക്കൊന്നും വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിട്ട് ഞാൻ ഏരിയ അങ്ങ് തിരിഞ്ഞ് വന്നോളും. മനസ്സിലായി? പിന്നെ ഒന്ന് നനച്ച് കൊടുക്കണേ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലത്തുനിന്ന് പറിച്ചല്ലേ, പെട്ടെന്ന് വാട്ടം ഉണ്ടാക്കാൻ വേണ്ടി നനച്ച് കൊടുക്കുകയാണ്. ഇച്ചിരി കരുത്തോടെ 2 ദിവസമൊക്കെ നിന്നോളും. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ പുൽക്കൂടിൻ്റേതായിട്ടുള്ള ബേസായിട്ടുള്ള സാധനം നമ്മൾ 2 ചുടുകട്ട വെച്ചിട്ട് സിമെൻറ്റ് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. മണ്ണ് ഒരുപാട് വെള്ളം വേണ്ട, വെള്ളത്തിനകത്ത് ഒരു ചാന്തിൻ്റെ സെറ്റപ്പിൽ കുഴച്ചെടുത്തതിന് ശേഷം നമ്മളത് ഇതുപോലെ തന്നെ സാധാരണ ഇങ്ങനെയാണ് വീടിൻ്റെ കട്ടയൊക്കെ പണിയുന്ന പോലെ മണ്ണ് ഇതിട്ട് കൊടുത്ത് ചെറുതായിട്ട് നനയ്ക്കുക. ഇതിന് മുമ്പ് ഇഷ്ടികയൊക്കെ ഒന്ന് നനച്ചാൽ കേട്ടോ, അന്നേരം ഈർപ്പമുണ്ടാകുമ്പോഴത്തേന് പിടുത്തം കിട്ടും. അങ്ങനെ 2 നേരം കട്ട നമ്മൾ ചുടുകട്ടയങ്ങ് വെച്ചു. ചുടുകട്ട വെച്ച് സെറ്റാക്കിയതിന് ശേഷം 2 ഓടാണ്, ഇത് ചെറിയ ഓടാട്ടത്, നമ്മൾ വലിയ ഓടല്ല, ചെറിയ ഓട് 2 വെച്ചപ്പോൾ ഒരു വീടിൻ്റെ സെറ്റപ്പായി. എനിക്കിങ്ങനത്തെ ഇപ്പം ഈ നാച്ചുറലായിട്ട് തന്നെ ഒരു വീട്, ഒരു എന്താ പറയുക, നമ്മുടെ നാടിൻ്റെ സ്ട്രക്ചറിലാണ് പുൽക്കൂട് തന്നെ ഇരിക്കുന്നത്. ഒരു കേരള ടച്ച് ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തു. അതിന് ശേഷം ഇതിപ്പോൾ അറക്കപ്പൊടിയായിട്ട് ഇടുന്നത്. അറക്കപ്പൊടി ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വലിയട്ടേന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സെറ്റപ്പാണ് അത് നമ്മൾ ചെയ്തത്. ഇനിയിപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വീട് പോലെ സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. പ്ലാസ്റ്റിക് കവർ ഇട്ടേക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എടുത്ത് മാറ്റാനൊക്കെ വേണ്ടിയിട്ടോ, പരിപാടിയൊക്കെ കഴിയുമ്പോൾ തന്നെ. പിന്നെ കുറച്ച് കമ്പുകളും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ബേസ് ചെയ്ത് അതിൻ്റെ മുകളിൽ അങ്ങോട്ട് സെറ്റ് ചെയ്തെടുത്തു. പിന്നെ അവിടെ കുളം കുത്തിയ സ്ഥിതിയോടെ ഒരു പാലം വേണമല്ലോ. അപ്പോൾ ഒരു പഴയ ഫ്രിഡ്ജിൻ്റെ കൊണ്ടുവന്ന ഇതിൻ്റെ ബേസ് ഇരിപ്പുണ്ടായിരുന്നു. അത് വെച്ചാൽ പലക വെച്ച് സെറ്റ് ചെയ്ത് അങ്ങ് എടുത്ത് അങ്ങനെ അതും സെറ്റായി. പിന്നെ ഇവിടെ ഒരു ഗുഹ എല്ലാ കല്ലും കൂടെ പറക്കി വെച്ചു. പിന്നെ അതിന് ചുറ്റും ഇതുപോലെ തന്നെ മണ്ണ് കുഴച്ചിട്ടുണ്ടായിരുന്ന ആ മണ്ണ് നമ്മൾ മൊത്തം ഫില്ല് ചെയ്ത് അങ്ങ് കൊടുത്തു. അപ്പോൾ ആ ഗുഹയും തീർന്നു. പിന്നെ അവിടെ ഒരു കഷ്ണം കല്ലായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ എന്താ ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് 2 കമ്പെടുത്ത് വെച്ച് നമ്മളൊരു ഏർമാടം പോലെ സെറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ വെച്ചു, ഒരു തുണി വെച്ച് ചെളിയിൽ മുക്കി കഴിഞ്ഞപ്പോഴത്തേനും ആ ബേസ് മുകളിലായി. അങ്ങനെ അതങ്ങ് തീർന്നു. പിന്നെ ഇവിടുന്ന് ഞാനൊരു വീടിൻ്റെ മുറ്റത്തുനിന്ന് വാരിയെടുത്ത കുറച്ച് ഈ മണ്ണ്, നമ്മൾ എന്നും മിറ്റടിക്കുമ്പം അതിന് കുറച്ച് ചരട് വന്നിട്ട് മിക്സ് ഇങ്ങനെ കൂടി കിടക്കും. ഈ പഴയ വീടുകളിലൊക്കെ ഉണ്ട്, നാട്ടിൻപുറത്തെ വീടുകളിലൊക്കെ ഈ മിറ്റടിക്കുന്ന വീടുകളാകുമ്പോൾ അങ്ങനെ ഒരു സാധനം കിട്ടും. അതുകൊണ്ട് വിതറിയിട്ടപ്പോഴത്തേന് അതങ്ങ് മാറി, മൊത്തത്തിൽ അതിൻ്റെ ഇതങ്ങ് മാറി. പിന്നെ ഇച്ചിരി വീട്ടിൽ അസോളയും കൂടെ എടുത്ത് അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടു. അപ്പോൾ ആ മൊത്തത്തിൽ കണ്ടില്ലേ, അസോള കൊടുത്തപ്പോഴത്തേനും കണ്ടോ ആ ഒരു വീടിൻ്റെ ഫീല്, ഒരു കുളത്തിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടില്ലേ. പിന്നെ വീട്ടിലെ ചെടികളും സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം സെറ്റായി. ഈ സമയം ഒരു 6 മണി ആയിട്ടോ, അതാണ് ഈ ലൈറ്റ് കുറവ്. എന്നാലും നല്ല രീതിയിൽ സാധനം എത്തി, നല്ല കട്ടപ്പണിയായിരുന്നു. എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന സെറ്റപ്പിലാണ് ഞാൻ ഈ പ്രാവശ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് കൊണ്ട് നമ്മൾ അടിയിലാണെങ്കിലും സെറ്റായിട്ട് എടുത്തു വന്നു. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷ നോക്കുക, ഈസിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇതാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.